ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. മലബാറിൽ 3 ജില്ലകൾ കൂടി വേണമെന്ന മുസ്ലിം ലീഗ് നേതാവ് KNA ഖാദർ. സ്പെഷ്യൽ എഡിഷൻ ഇന്നീ വിഷയം ചർച്ച ചെയ്യുന്നു. പ്രധാന വാർത്തകൾ. അരവിന്ദ് കെജ്രിവാൾ ആയിരങ്ങളെ സാക്ഷിയാക്കി ഡൽഹിയിൽ ആം ആദ്മി സർക്കാർ അധികാരമേറ്റു. ഇനി ജനങ്ങളുടെ ഭരണമെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. മന്ത്രിസഭയിൽ 6 പേർ. ധനകാര്യമടക്കമുള്ള സുപ്രധാന വകുപ്പുകൾ കെജ്രിവാളിന്. ആന്ധ്രാപ്രദേശിലെ അനന്ത്പൂരിൽ തീവണ്ടിക്ക് തീപിടിച്ച് 27 പേർ മരിച്ചു. മരണസംഖ്യ കൂടാൻ സാധ്യത. തീപിടിച്ചത് നന്ദേഡ് ബാംഗ്ലൂർ എക്സ്പ്രസിന്റെ AC ബോഗിക്ക്. ആറന്മുളയിൽ 1 ഇഞ്ച് ഭൂമി പോലും നികത്താൻ അനുമതി നൽകിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. പോക്കുവരവിന് നിർദ്ദേശം നൽകിയത് LDF സർക്കാർ. സർക്കാർ കള്ളക്കളി കളിക്കുന്നുവെന്ന VM സുധീരൻ. ഒരു നൂറ്റാണ്ടിന്റെ ജീവിതാനുഭവങ്ങൾ ബാക്കിവെച്ച ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ് റോസമ്മ പുന്നൂസ് വിടവാങ്ങി. അന്ത്യം ഒമാനിലെ സലാലയിൽ. സംസ്കാരം തിങ്കളാഴ്ച തിരുവല്ലയിൽ. ഡർബൻ ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്ക കരകയറുന്നു. AB ഡിവിലിയേഴ്സിനും ജാക്ക് കാലിസിനും അർദ്ധ സെഞ്ചുറി. രവീന്ദ്ര ജഡേജയ്ക്ക് 3 വിക്കറ്റ്. ആഷസ് പരമ്പരയിലെ 4ാം ടെസ്റ്റിൽ ഓസ്ട്രേലിയ വിജയത്തിലേക്ക്. മലബാറിൽ 3 ജില്ലകൾ കൂടി രൂപീകരിക്കണമെന്ന് മുസ്ലിം ലീഗ് നേതാവ് KNA ഖാദർ MLA. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് ചരിത്രപരമായ ഒന്നാണെന്നും അദ്ദേഹം മീഡിയ വണ്ണിനോട് പറഞ്ഞു. മലപ്പുറം മാത്രമല്ല, അപ്പോൾ വടകര കേന്ദ്രീകരിച്ച്, വടകര താലൂക്ക് കേന്ദ്രീകരിച്ച് ആവശ്യമായ ഭൂപ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു ജില്ല കൂടി ആവാം. അതുപോലെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് വേർപെടുത്തി ഒരു ജില്ല കൂടി, അങ്ങനെ 3 ജില്ലകൾക്കുള്ള സ്കോപ്പ്. ജനസംഖ്യാനുപാതികമായി ബജറ്റ് വിഹിതം നിശ്ചയിച്ചാൽ മാത്രമേ മലബാറിന് അർഹമായ വികസന ഫണ്ട് ലഭിക്കൂ. കൂടുതൽ വില്ലേജുകളും താലൂക്കുകളും ജില്ലകളും രൂപീകരിക്കാനായി ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിക്കണം. മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി നടത്തിയ ഒരു വികസന സെമിനാറിൻ്റെ ഡോക്യുമെൻറ്റിൽ പുതിയ ഒരു ജില്ലയെക്കുറിച്ച് വിഭാവനം ചെയ്തിട്ടുണ്ട്. ലീഗ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാകുമ്പോൾ ആ പാർട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ജനകീയ അഭിപ്രായം വളർത്തിക്കൊണ്ട് വന്നതിന് ശേഷമല്ലേ ഒരു നിലപാട് പറയേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ പ്രവർത്തകന്മാർ ഞങ്ങളെപ്പോലുള്ളവർ പറഞ്ഞാൽ മതിയല്ലോ. പശ്ചിമഘട്ട സംരക്ഷണത്തിനായുള്ള മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് ചെറിയ മാറ്റങ്ങളോടെ സ്വീകരിക്കാവുന്നതാണെന്നും KNA ഖാദർ പറഞ്ഞു. ഈ വിഷയത്തെ സംബന്ധിച്ച് ഏറ്റവും നല്ല പഠനത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള വളരെ നല്ലൊരു റിപ്പോർട്ടാണ് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട്. ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യമുള്ള റിപ്പോർട്ടാണ്. ഒരു റീസണബിൾ ആയിട്ടുള്ള റിപ്പോർട്ടാണ് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട്. മീഡിയ 1 കോഴിക്കോട്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ മുസ്ലിം ലീഗ് നേതാവ് KNA ഖാദർ മലപ്പുറം സ്റ്റുഡിയോയിലുണ്ട്. T മുഹമ്മദ് വേളം, മലബാർ റൈറ്റ്സ് ഫോറം ജനറൽ സെക്രട്ടറി, അതുപോലെ P ശ്രീരാമകൃഷ്ണൻ MLA, AP അബ്ദുള്ളക്കുട്ടി MLA എന്നിവരെയും പ്രതീക്ഷിക്കുന്നു. ആദ്യം KNA ഖാദറിലേക്ക്. KNA ഖാദർ, മുൻപ് ഇത്തരം ആവശ്യം മലപ്പുറം ജില്ല വിഭജിച്ച്, അല്ലെങ്കിൽ മലബാറിൽ കൂടുതൽ ജില്ലകൾ വേണം, കൂടുതൽ താലൂക്കുകൾ വേണം, കൂടുതൽ വില്ലേജുകൾ വേണം തുടങ്ങിയ ആവശ്യങ്ങൾ വ്യത്യസ്ത വിഭാഗങ്ങൾ, വ്യത്യസ്ത സംഘടനകൾ നേരത്തെ തന്നെ ഉന്നയിച്ചതാണ്. മുൻപ് മുസ്ലിം ലീഗ് ഇതിനോട് വളരെ നിസ്സംഗമായൊരു പ്രതികരണമാണ് നടത്തിയത്. ഒരുപക്ഷെ ഒരു പ്രതികരണം അറിയിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ നിഷേധാത്മകമായ ഒരു സമീപനം സ്വീകരിക്കുകയോ ആണ് മുൻപ് ലീഗ് നേതാക്കൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ താങ്കൾ പ്രകടിപ്പിച്ച ഈ നിലപാട് ലീഗിൻ്റെ ഔദ്യോഗിക നിലപാടാണ്. ഇതിനോട് നേരത്തെ തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ഒരു നിസ്സംഗ മനോഭാവം സ്വീകരിച്ചു എന്നും നിഷേധാത്മകമായ മനോഭാവം സ്വീകരിച്ചു എന്നും പറയുന്നത് ശരിയല്ല. ഈ വിഷയം ഇത്രയേറെ പ്രചാരം നേടിയത് അടുത്ത കാലത്താണെന്ന് മാത്രം. മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരും ഈ പ്രദേശത്തുള്ള മലബാറിലുള്ള ജനങ്ങളും ഇതുപോലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് വളരെയേറെ കാലമായി. പക്ഷേ ഇത്രയേറെ കാലമായിട്ടും അതിന് അർഹമായിട്ടുള്ള പ്രാധാന്യം മാധ്യമങ്ങളിലും അതുപോലെ അധികൃതരുടെ മുമ്പിലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാതെ ഇതിനെ നിഷേധിച്ചതല്ല. ഞാൻ ഈ ആവശ്യം ഇപ്പോൾ പറയുമ്പോൾ, ഇതിപ്പോൾ 2012 ഞാൻ ഇത് സംബന്ധിച്ചൊരു ലേഖനം ചന്ദ്രികയിലും അതുപോലെ സിറാജ് പത്രത്തിലും പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൻ്റെ ക്യാപ്ഷൻ തന്നെ മലബാറിൽ 3 ജില്ലകൾ വേണമെന്നായിരുന്നു. അപ്പോൾ ഇത് എന്തെങ്കിലും ഒരു ജില്ല ചോദിക്കുക, താലൂക്ക് ചോദിക്കുക എന്ന് മാത്രമല്ല, ഇത് വളരെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു സന്തുലിതമായ വികാസത്തിനുള്ള അവകാശം ഭരണഘടനാപരമാണ്. ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രാജ്യത്ത് ജനങ്ങളുടെ റൈറ്റാണ്, റൈറ്റ് ടു ഈക്വാലിറ്റിയാണ്, തുല്യതക്കുള്ള അവകാശമുണ്ട്. ഇപ്പം മലപ്പുറത്തെ 42 ലക്ഷം ആളുകൾക്ക് ഒരു ഡിസ്ട്രിക്ട് കളക്ടറാണ്. 14 ലക്ഷം ആളുകളുള്ള ജില്ലക്കും ഒരു ഡിസ്ട്രിക്ട് കളക്ടറാണ്. അപ്പോൾ ആ കണക്കിന് ഇവിടെ 3 കളക്ടർമാർ വേണ്ടേ. ഇപ്പോൾ ഈ മണ്ഡലങ്ങളുടെ ഇത് വന്നപ്പോൾ, പുനർനിർണയം വന്നപ്പോൾ 2 ലക്ഷം പേരാണ് ശരാശരി ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഉണ്ടാവേണ്ട ജനസംഖ്യ. അതുകൊണ്ട് മലപ്പുറം ജില്ലയിൽ 16 അസംബ്ലി മണ്ഡലങ്ങളുണ്ടായി.
2 ലക്ഷം വോട്ടർമാർക്കാണ് ഒരു മണ്ഡലം എന്ന് പറയുന്നത്. അതേമാതിരി ജില്ലക്കും ഇത്ര ലക്ഷം ആളുകൾക്കാണ് ഒരു ജില്ല എന്നൊരു ധാരണ ഉണ്ടാക്കുന്നതിന് എന്താ തെറ്റ്? അതുപോലെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പാസ്സായിട്ടുണ്ട്, റൈറ്റ് ടു സർവീസ് ആക്ട് ഉണ്ട്, സേവനത്തിനുള്ള അവകാശം പൗരന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ സേവനത്തിനുള്ള അവകാശം പൗരന്മാർക്ക് കൊടുത്തതിന് ശേഷം സേവിക്കാനുള്ള ഓഫീസ് ആ പരിസരത്തില്ലെങ്കിൽ ആ സേവനം എങ്ങനെ ഇവന് കിട്ടുക? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഉണ്ട്, വിദ്യാഭ്യാസത്തിന് എല്ലാവർക്കും ഒരു അവകാശമുണ്ട്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വാസ് പാസ്ഡ്, അത് പാസ്സാക്കി. പക്ഷേ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഒരു യാഥാർത്ഥ്യമാകണമെങ്കിൽ ആ പരിസര പ്രദേശത്ത് ആ വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടെങ്കിലല്ലേ ആ എഡ്യൂക്കേഷൻ ആ റൈറ്റ് അനുഭവിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇക്വാലിറ്റി ബിഫോർ ലോ, ഓപ്പർച്യൂണിറ്റി, അവസരങ്ങളുടെ തുല്യത ഇതുണ്ടായിത്തീരേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് അസന്തുലിതമായ വികാസം പാടില്ല, വികസനത്തിൽ ഒരു സന്തുലിതാവസ്ഥ പാലിക്കണം എന്ന താത്വികമായ നിലപാടിൽ നിന്നുകൊണ്ടാണ് ഞാൻ കൂടുതൽ ജില്ല എന്ന് പറയുന്നത്. ശ്രീ കെ എൻ ഖാദർ, താങ്കളിലേക്ക് തിരികെ എത്താം. പി ശ്രീരാമകൃഷ്ണൻ എം.എൽ.എ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീരാമകൃഷ്ണൻ, ഇവിടെ കെ എൻ ഖാദർ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ കാര്യങ്ങളും അത് വികസനത്തിൻ്റെ കാര്യത്തിലാവട്ടെ, വിദ്യാഭ്യാസത്തിൻ്റെയോ ആരോഗ്യത്തിൻ്റെയോ ഭരണപരമായ സൗകര്യങ്ങളുടെയോ കാര്യമാകട്ടെ, സ്ഥിതി വിവര കണക്കുകൾ കെ എൻ ഖാദറിൻ്റെ വാദത്തെ സാധൂകരിക്കുന്നതാണ്. പക്ഷേ CPM ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുകയോ അല്ലെങ്കിൽ നിഷേധാത്മകമായ ഒരു നിലപാട് സ്വീകരിക്കുകയോ ചെയ്തതായിട്ടാണ് ഈ അടുത്ത കാലത്ത് CPM നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രസ്താവനകളിലൂടെ വ്യക്തമാകുന്നത്. എന്തുകൊണ്ടാണ് CPM ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, മലപ്പുറത്തിന്റെയും മലബാറിന്റെയും പിന്നോക്കാവസ്ഥയുടെ കാര്യത്തിൽ വ്യത്യസ്തമായ ഒരു അഭിപ്രായം CPM മുന്നോട്ട് വയ്ക്കുന്നില്ല. ഇതിൽ നിഷേധാത്മകമായ ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല. മലബാറിന്റെ പിന്നോക്കാവസ്ഥ എന്ന് പറയുന്നത് ഒരു വസ്തുനിഷ്ഠമായ കണക്കുകളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിലൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിന് ചരിത്രപരമായ ഒട്ടേറെ കാരണങ്ങളുണ്ട്. ശ്രീ കെ എൻ ഖാദർ ഉൾപ്പെടെ അംഗീകരിക്കുന്ന ഒട്ടനവധി കാരണങ്ങളുണ്ട്. പിന്നെ മലപ്പുറം സ്വാഭാവികമായിട്ടും ആ ജില്ല രൂപീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഉണ്ടായ വിമർശനങ്ങളോട് ശക്തമായ നിലപാട് സ്വീകരിച്ച് അത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആയിരുന്നു. അതുകൊണ്ട് CPM ഇക്കാര്യത്തിൽ വ്യത്യസ്തമായ നിലപാടില്ല. ഇപ്പൊ ഈ മലപ്പുറം സമ്പന്നമാണെന്നും ഇവിടെ എന്തോ വികസനത്തിന്റെ മഹാവിപ്ലവം നടക്കുകയാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പുറത്തിറങ്ങിയ കഴിഞ്ഞ സംസ്ഥാനത്തിന്റെ എക്കണോമിക് റിവ്യൂ ഔദ്യോഗിക രേഖയാണ്. ആ ഔദ്യോഗിക രേഖയിൽ പറയുന്നത് കേരളത്തിൽ പ്രതിശീർഷ ആളോഹരി വരുമാനം ഏറ്റവും കുറവുള്ള ജില്ലയാണ് മലപ്പുറം. 14ാം സ്ഥാനത്താണ് മലപ്പുറം ജില്ല നിൽക്കുന്നത്. അതായത് സമ്പന്നരായ ഒരു വിഭാഗം ആളുകൾ ഇവിടെ ഉണ്ടായി എന്നത് ഒഴിച്ചു വെച്ചാൽ മലപ്പുറം ജില്ലയിലെ ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യന്റെയും വരുമാന സ്രോതസ്സുകളിലുള്ള വർധനവോ തൊഴിൽ ശേഷിയിലുള്ള വർധനവോ ഉണ്ടായിട്ടില്ല എന്നതാണ് എക്കണോമിക് റിവ്യൂ പറയുന്നത്. അതിനെ സംബന്ധിച്ച് ചർച്ച നടത്തണം. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം പരിശോധനകളൊക്കെ നടത്തേണ്ടതെന്നുള്ളത് ശരിയാണ്. പക്ഷെ ജനസംഖ്യയെ മാത്രം മാനദണ്ഡമാക്കിയിട്ട് ഒരു ജില്ല വേണമെന്നും അങ്ങനെ ജില്ല വിഭജിക്കണമെന്നും പറയുമ്പോൾ അതിനൊരു യുക്തിരാഹിത്യമുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് മാനദണ്ഡമായി സ്വീകരിച്ചത് ഭാഷയായിരുന്നു. ഈ ഭാഷാ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തെ ദുർബലപ്പെടുത്തുവാനുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നത് പറയുന്ന ഒരു കാര്യം, ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് സംസ്ഥാനങ്ങൾ വേണമെന്നാണ്. വികസനം ഉണ്ടാക്കാൻ വേണ്ടി സംസ്ഥാനങ്ങൾ ഉണ്ടാകണം, തെലങ്കാന രൂപീകരിക്കണമെന്ന് പറയുന്നവർ അതാണ് സൂചിപ്പിച്ചത്. അതൊക്കെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ നാനാത്വത്തിൽ വൈവിധ്യം എന്ന് പറഞ്ഞൊരു രാഷ്ട്രം. ശ്രീരാമകൃഷ്ണൻ, അത് സംസ്ഥാന രൂപീകരണത്തിന്റെ കാര്യം. ജില്ലകൾ രൂപീകരിക്കുന്നതിൽ ജനസംഖ്യ അല്ലെങ്കിൽ പിന്നെ എന്താണ് മാനദണ്ഡമാക്കേണ്ടത്? മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ ഏത് മാനദണ്ഡ പ്രകാരമാണ് ആ ജില്ലാ രൂപീകരണം നടന്നത്? ജില്ലകൾ രൂപീകരിക്കുമ്പോൾ ഇപ്പൊ ഭൂവിസ്തൃതി, ജനസംഖ്യ, വികസനം, ഭൂമിശാസ്ത്രപരമായ സൗകര്യങ്ങൾ, റവന്യൂ ഭരണത്തിന്റെ സാധ്യതകൾ, ഇതെല്ലാം പരിഗണിക്കേണ്ടതുണ്ട്. ഇതെല്ലാം പരിഗണിക്കണം. മലപ്പുറം ജില്ല രൂപീകരിക്കുന്ന സമയത്ത് വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹ്യപരമായിട്ടും വളരെ പിന്നോക്കം നിന്നിരുന്ന, പ്രത്യേകിച്ചും 1921 മലബാർ കലാപത്തിന് ശേഷം ഒരുതരം രാഷ്ട്രീയവും സാമൂഹ്യവുമായ മരുഭൂമിയായി മാറിയിരുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശം. ആ പ്രദേശങ്ങളെ ആകെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കോഴിക്കോട് ജില്ലയിലെയും പാലക്കാട് ജില്ലയിലെയും പ്രദേശങ്ങൾ ചേർത്തുകൊണ്ട് ഒരു ജില്ല രൂപീകരിച്ച് സമൂഹത്തിന്റെയും രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയുടെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. പി ശ്രീരാമകൃഷ്ണൻ, തിരികെ എത്താൻ താങ്കളിലേക്ക്. AP അബ്ദുള്ളക്കുട്ടി MLA ഉണ്ട് ടെലിഫോൺ ലൈനിൽ. AP അബ്ദുള്ളക്കുട്ടി, ഇവിടെ KN ഖാദർ മുന്നോട്ട് വച്ച മലബാറിൽ 3 ജില്ലകൾ കൂടി വേണമെന്ന ആവശ്യത്തിന് എതിരായിക്കൊണ്ട് ശ്രീരാമകൃഷ്ണൻ പറയുന്നത് ജനസംഖ്യാനുപാതികമായിട്ടല്ല, അല്ലെങ്കിൽ ജനസംഖ്യയുടെ ആധിക്യമായിരിക്കരുത്, അത് മാത്രമായിരിക്കരുത് ജില്ലാ രൂപീകരണത്തിന്റെ മാനദണ്ഡം എന്നാണ്. കോൺഗ്രസിന്റെ അഭിപ്രായം എന്താണ് ഇക്കാര്യത്തിൽ? മലബാറിൽ ഏതെങ്കിലും തരത്തിലുള്ള വികസന പിന്നോക്കാവസ്ഥ ഇപ്പോൾ നിലവിലുണ്ടോ? അത് പരിഹരിക്കാൻ പുതിയ ജില്ലാ രൂപീകരണമാണോ വേണ്ടത്? അതല്ല മറ്റു വല്ല ഉപായവും കോൺഗ്രസിന്റെ പക്കലുണ്ടോ?
പുതിയ ജില്ലകൾ 3 ജില്ലകൾ ആണ് മലബാറിന്റെ വികസനത്തിന് അഭികാമ്യം എന്നത് KN ഖാദറിന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ്. നമുക്ക് അനുകൂലമായും പ്രതികൂലമായും ഒക്കെ ചർച്ച ചെയ്യാം. കോൺഗ്രസ് ഇത് സംബന്ധിച്ച് ചർച്ച നടത്തുകയോ ഒരു തീരുമാനം എടുക്കുകയോ ചെയ്യാത്ത പശ്ചാത്തലത്തിൽ എനിക്ക് കോൺഗ്രസിന്റെ അഭിപ്രായം പറയാൻ ഉള്ള പരിമിതിയുണ്ട്. പക്ഷേ അതിനു മുമ്പ് ശ്രീരാമകൃഷ്ണന്റെ അഭിപ്രായത്തോട് ചില വിയോജിപ്പുകൾ, ചില പ്രതികരണങ്ങൾ എനിക്ക് നടത്തേണ്ടതുണ്ട്. ഏത് പുതിയ ആശയങ്ങളോടും ഒരു നെഗറ്റീവ് സമീപനം സ്വീകരിക്കുന്ന ഒരു പാരമ്പര്യമാണ് ശ്രീരാമകൃഷ്ണൻ നിൽക്കുന്ന പ്രസ്ഥാനത്തിനുള്ളത് എന്ന ഒരു ചെറിയ അനുഭവം ഞാൻ പറയാം. ഉദാഹരണത്തിന്, ഞാൻ പാർലമെന്റിലുള്ളപ്പോഴാണ് ഇന്ത്യയിൽ ഛത്തീസ്ഗഡ് ഉൾപ്പെടെ, അതായത് UPയും അതുപോലെ തന്നെ മധ്യപ്രദേശും അതുപോലെ ബീഹാറും വിഭജിച്ചുകൊണ്ട് 3 സംസ്ഥാനങ്ങൾ ഉണ്ടാക്കിയത്. അന്ന് ഇടതുപക്ഷത്തിന്റെ വ്യത്യസ്ത അഭിപ്രായം പാർലമെന്റിൽ നമ്മൾ കേട്ടു, ഞങ്ങളെല്ലാം കേട്ടു. എന്താ വെച്ചാൽ CPIന്റെ ഇന്ദ്രജിത് ഗുപ്ത ആ പുതിയ സംസ്ഥാനങ്ങൾ ശ്രീ അബ്ദുള്ളക്കുട്ടി, ആ വിഷയത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുകയാണെന്ന് തോന്നുന്നു. എന്റെ ചോദ്യം വളരെ വ്യക്തമാണ്. മലബാറിൽ ഒരു പിന്നോക്കാവസ്ഥയുള്ളതായി കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ടോ? അത് മറികടക്കാൻ ഇപ്പോൾ നിലവിലുള്ള ഭരണപരമായ സൗകര്യങ്ങൾ മുൻനിർത്തി കൂടുതൽ ജില്ലകൾ രൂപീകരിക്കുക, കൂടുതൽ താലൂക്കുകൾ രൂപീകരിക്കുക, കൂടുതൽ വില്ലേജുകൾ രൂപീകരിക്കുക, അതും ജനസംഖ്യാടിസ്ഥാനത്തിൽ എന്ന KN ഖാദറിന്റെ വാദത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അല്ല, ആ അഭിപ്രായത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് ഇത് പൂർത്തിയാക്കട്ടെ. അതായത് ഇന്ദ്രജിത് ഗുപ്ത പറഞ്ഞു മധ്യപ്രദേശിലെ ഗ്രാമങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ CPM ഈ അഭിപ്രായം പറയില്ല എന്ന് സോമനാഥ് ചാറ്റർജി അതിനെതിരായിട്ടും പറഞ്ഞു. പക്ഷെ യഥാർത്ഥത്തിൽ പ്രായോഗികമായി നോക്കുകയാണെങ്കിൽ ആ തീരുമാനം അന്ന് കേന്ദ്ര ഗവൺമെന്റ് എടുത്ത് ശരിയായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഇന്ത്യയുടെ അപ്പം നമ്മള് സംസ്ഥാന രൂപീകരണം ദേശീയ പ്രസ്ഥാന നേതാക്കന്മാർ പറഞ്ഞതിന്റെ മാനദണ്ഡത്തിൽ കാലോചിതമായി പരിഷ്കരിക്കാം. ഇന്ത്യൻ ഭരണഘടന 117 തവണ ഭേദഗതി ചെയ്ത രാജ്യമാണ് ശ്രീരാമകൃഷ്ണൻ നമ്മുടെ രാജ്യം. അതുകൊണ്ട് ഞാൻ പുതിയ ജില്ലകൾ വേണം എന്ന് സംബന്ധിച്ച് ഒരു ചർച്ച വേണ്ടതാണ്. അത് മാത്രമാണ് പരിഹാരം എന്നുള്ള അഭിപ്രായം എനിക്കില്ല. KN ഖാദറിന്റെ അഭിപ്രായത്തോട് ഇപ്പൊ എനിക്ക് യോജിക്കാൻ സാധിക്കില്ല. കൂടുതൽ ചർച്ച വേണ്ടതാണ്. ഇപ്പൊ കൂടുതൽ വില്ലേജുകളും കൂടുതൽ താലൂക്കുകളും UDF ഗവൺമെന്റ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. KN ഖാദർ പറയുന്നത് യുക്തിഭദ്രമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. പക്ഷേ രാഷ്ട്രീയപരമായി കുറെ കൂടി ഗഹനമായി ചർച്ച ചെയ്ത് എടുക്കേണ്ട ഒരു വിഷയമാണ്. അബ്ദുള്ളക്കുട്ടി, തിരികെ താങ്കളിലേക്ക്. ശ്രീ T മുഹമ്മദ് വേളം, ഇവിടെ അബ്ദുള്ളക്കുട്ടി പറഞ്ഞ് അവസാനിപ്പിച്ചത് തന്നെയാണ് പ്രശ്നം. ജനസംഖ്യാനുപാതികമായോ അല്ലാതെയോ ഏത് മാനദണ്ഡപ്രകാരവും വിഭജിക്കുന്നതിനോട് കോൺഗ്രസ് എതിരല്ല. പക്ഷേ രാഷ്ട്രീയമായ ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ തന്നെയല്ലേ ഇപ്പോഴും ഇത്തരത്തിൽ ഒരു വില്ലേജ് വിഭജനത്തിന് പോലും തടസ്സമായി നിൽക്കുന്നത്? കേരളത്തിൽ ദേശീയ ശരാശരി അനുസരിച്ച് ചുരുങ്ങിയത് 20 ജില്ലകൾക്കുള്ള സാധ്യതകളെങ്കിലും ഉണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ദേശീയ ശരാശരി അതിൻ്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഒന്നിലധികം ജില്ലകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. കേരളത്തിൽ ഒരു ജില്ലയിൽ ഒന്നിലധികം, അഥവാ കേരളത്തിൽ 14 ലോക്സഭാ മണ്ഡലങ്ങളാണ്, 20 ലോക്സഭാ മണ്ഡലങ്ങളും 14 ജില്ലകളും എന്നതാണ്. ലോക്സഭാ മണ്ഡലങ്ങളെക്കാൾ ചെറുതാണ്, ലോക്സഭാ മണ്ഡലങ്ങൾ കുറവാണ് ജില്ലകളുടെ എണ്ണം എന്ന് പറയുന്നത്. 20 ജില്ലകൾക്കുള്ള സാധ്യതകളെങ്കിലും ദേശീയ ശരാശരി അനുസരിച്ച് കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് വികസനത്തിൻ്റെ ഏത് ക്രൈറ്റീരിയ അനുസരിച്ചാലും, വികസനത്തിൻ്റെ പിന്നോക്കാവസ്ഥയായാലും ജനസംഖ്യ ആയാലും ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളായാലും മലബാറിൽ കൂടുതൽ റവന്യൂ ഡിവിഷനുകൾക്ക്, ജില്ല ഉൾപ്പെടെയുള്ള റവന്യൂ ഡിവിഷനുകളുടെ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ മലബാറിൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ജനസംഖ്യയുള്ള ഒരു പ്രദേശം എന്ന നിലയ്ക്ക് അവിടെ ഇത്തരം ആവശ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിനെ വർഗീയമായി ചിത്രീകരിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. ഇത്തരം ആവശ്യങ്ങൾ മലബാറിന് പുറത്തും നിലനിൽക്കുന്നുണ്ട്. മൂവാറ്റുപുഴ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യം ആ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. അത് ഈ ചർച്ചയിൽ പരിഗണിക്കേണ്ട ഒരു ആവശ്യമാണ്. വടകര ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യം നിലനിൽക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയുടെ വിഭജനവുമായി ബന്ധപ്പെട്ട് തന്നെ പലതരത്തിലുള്ള അലൈൻമെൻറ്റുകൾ, പാലക്കാട് ജില്ല മലബാറിലെ തന്നെ കൂടുതൽ പിന്നോക്കമായ പ്രദേശമാണ് പാലക്കാട് എന്ന് പറയുന്നത്, അതുമായി ചേർത്തുകൊണ്ടുള്ള പല അലൈൻമെൻറ്റ് നിർദ്ദേശങ്ങളും നിലവിലുണ്ട്. പക്ഷെ ഇത് ഉന്നയിക്കുമ്പോൾ മലപ്പുറം ജില്ലയുടെ വിഷയം വരുമ്പോൾ മാത്രം അതിനെ അങ്ങേയറ്റം വർഗീയമായും സാമുദായികമായും ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രശ്നത്തിന്റെ ഒരു മർമ്മം. ശ്രീ KN ഖാദർ, ഇവിടെ T മുഹമ്മദ് സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യം ആർജവത്തോടെ ഉന്നയിക്കാൻ മുൻപ് ഇവിടെ സൂചിപ്പിച്ച ഇത്തരം വർഗീയ ആരോപണങ്ങളാണോ താങ്കൾക്ക് തടസ്സം? ഉദാഹരണത്തിന് താങ്കൾ തന്നെ ഇന്ന് മീഡിയ വണ്ണോട് പറഞ്ഞത്
ഇക്കാര്യം ആദ്യം ജനങ്ങൾക്കിടയിൽ ഒരു ചർച്ചയാക്കി ഉയർത്തിക്കൊണ്ടുവരികയും പിന്നീട് അത് ഭരണതലത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നൊരു സ്ട്രാറ്റജിയാണ് മുസ്ലിം ലീഗിന് ഉള്ളത് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ പിറവം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് UDF യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് PP തങ്കച്ചൻ ഒരു കാര്യം പ്രഖ്യാപിച്ചു. മൂവാറ്റുപുഴ ജില്ല രൂപീകരിക്കുന്നതിനെക്കുറിച്ച് UDF ചർച്ച ചെയ്യുന്നു എന്ന്. ഇക്കാര്യം UDFന് ആർജവത്തോടെ പറയാൻ കഴിയുന്നത് അവിടെ UDF യോഗത്തിൽ ഇത്തരത്തിലൊരു ചർച്ച ഉണ്ടായതുകൊണ്ടാണല്ലോ. ഇത്തരത്തിൽ UDFിലെങ്കിലും ഈ പ്രശ്നം ഉന്നയിക്കാൻ ലീഗിന് തടസ്സമായി നിൽക്കുന്നത് എന്താണ്? അല്ല, ഇതിൽ എനിക്കൊന്ന് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതിന് ആർജവത്തിന് യാതൊരു കുറവുമില്ല. ഞാൻ മലബാറിൻ്റെ ഈ ആവശ്യങ്ങളെക്കുറിച്ച് സാങ്കേതിക തകരാറുണ്ട്. തിരികെ താങ്കളിലേക്ക് ശ്രീരാമകൃഷ്ണൻ ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ ജനസംഖ്യാനുപാതികമായോ വികസനത്തിൻ്റെ പിന്നോക്കാവസ്ഥയോ ഏത് മാനദണ്ഡപ്രകാരമാണെങ്കിലും കേരളത്തിൽ 20 ജില്ലകൾക്കെങ്കിലും സാധ്യതയുണ്ട് എന്ന് ടി മുഹമ്മദ് വേളം ചൂണ്ടിക്കാട്ടുന്നു. ഒരു ജില്ല രൂപീകരിക്കാൻ അത് ഭാഷാടിസ്ഥാനത്തിലോ സാംസ്കാരിക അടിസ്ഥാനത്തിലോ ആവണമെന്ന് നിർബന്ധമില്ലല്ലോ. അത് ഭരണപരമായ സൗകര്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ വേണ്ടത്? അല്ല, തീർച്ചയായും അതെ. എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ നൽകിയ ഇന്റർപ്രിട്ടേഷനിലൊരു തെറ്റിദ്ധാരണയുടെ അംശമുണ്ട്. ഇത്തരം ഒരു ജില്ലയുടെ രൂപീകരണത്തെ സംബന്ധിച്ച് നെഗറ്റീവായ ഒരു അഭിപ്രായം CPM സ്വീകരിച്ചിട്ടില്ല. നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത് കേരളത്തിൽ പ്രത്യേകിച്ചും മലബാറിലെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുവാൻ പുതിയ ജില്ലകൾ വേണോ എന്നാണ്. അത് മലപ്പുറം വിഭജിക്കണോ എന്ന് ചർച്ച ചെയ്യാൻ ആരാണ് ചുമതലപ്പെടുത്തിയത്? മലപ്പുറം വിഭജിക്കണോ എന്ന് പറയുമ്പോൾ പാലക്കാട് ജില്ലക്കാർ പറയുന്നത് ഒരു ജില്ലയേക്കാൾ വലിപ്പമുള്ള അട്ടപ്പാടിയുണ്ട്, അട്ടപ്പാടിയുടെ ഭൂമിശാസ്ത്രം പരിശീലിച്ച് പ്രത്യേക പരിഗണന വേണമെന്നാണ്. അതുകൊണ്ട് മലബാറിൽ പ്രത്യേകമായ ഭൂമിശാസ്ത്രപരമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ജില്ലകൾ ഉണ്ടാകണം, അല്ലെങ്കിൽ തെക്കൻ കേരളത്തിനെ കൂടി പരിഗണിക്കണം തുടങ്ങിയതെല്ലാം ചർച്ചയ്ക്ക് വിധേയമാക്കാവുന്നതാണ്. ഇവിടെ തർക്കമുയർന്നു വരുന്നതും പ്രയാസങ്ങൾ ഉണ്ടാക്കിയതും ഒരു ജില്ല വിഭജിച്ച് രണ്ടാക്കണം എന്നുള്ള നിലയിലേക്കുള്ള ചർച്ച വന്നുകൊണ്ടാണ്. കേരളത്തിന്റെ സാഹചര്യത്തിൽ കൂടുതൽ ജില്ലകളാകാം, റവന്യൂ പരത്തിന് സൗകര്യപ്രദമായ സ്ഥിതിഗതികളുണ്ടാകാം, പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നു. കേരള നിയമസഭയിൽ കോൺഗ്രസിന്റെ ഭരണകക്ഷിയുടെ ഭാഗമായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവ് ശ്രീ CP മുഹമ്മദ് മലപ്പുറം ജില്ലയുടെയും പാലക്കാട് ജില്ലയുടെയും സാംസ്കാരിക സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന ചില പ്രദേശങ്ങളെ ഉൾക്കൊള്ളിച്ച് വള്ളുവനാട് ജില്ല രൂപീകരിക്കണമെന്ന് ഒരു സബ്മിഷൻ കൊണ്ടുവരികയുണ്ടായി. പൊന്നാനി ആസ്ഥാനമായിട്ട് ഗുരുവായൂരിനെയും കുന്നംകുളത്തെയും എല്ലാം ചേർത്തുകൊണ്ട് തൃശൂർ ജില്ലയിലെ ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഒരു ജില്ല രൂപീകരിക്കണമെന്ന ഒരു ബഹുജന കൺവെൻഷൻ രൂപീകരിക്കപ്പെടുകയുണ്ടായി. ഭൂമിശാസ്ത്രപരമായ പ്രശ്നം മാത്രമല്ല, ജനസംഖ്യയാണ് പ്രശ്നമെങ്കിൽ കൂടുതൽ ഉള്ള ജനസംഖ്യയുള്ള 2 or 3 മണ്ഡലങ്ങൾ തൊട്ടടുത്ത ജില്ലകളിലേക്ക് കൈമാറി പ്രശ്നം പരിഹരിച്ചുകൂടെ എന്ന് ശ്രീ ആര്യാടൻ മുഹമ്മദ് ചോദിക്കുകയുണ്ടായി. ഇങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ ഇതിനെല്ലാം സൂക്ഷ്മമായ ഒരു പഠനം നടത്തുന്ന സാഹചര്യമില്ലാതെ ഒരു ജില്ല രൂപീകരിക്കണമെന്ന് പറഞ്ഞ് സമരത്തിലേക്കും ഹർത്താലിലേക്കും എല്ലാം പോകുമ്പോൾ ശ്രീ രാമകൃഷ്ണൻ, KN ഖാദർ താങ്കൾക്ക് തുടരാം. അതുപോലെ ഏത് മാനദണ്ഡപ്രകാരമാണ് മലപ്പുറം ജില്ലയും പാലക്കാട് ജില്ലയും ഒക്കെ വിഭജിച്ച് പുതിയ ജില്ലകൾ വേണമെന്ന് താങ്കൾ ഉന്നയിക്കുന്നത് എന്നുകൂടി വ്യക്തമാക്കുക. അല്ല, ഞാൻ പറയുന്നത് ഒന്നാമത് ശ്രീരാമകൃഷ്ണൻ ഉൾപ്പെടെ അതുപോലെ അബ്ദുള്ള കുട്ടി ജനസംഖ്യാനുപാതികമായി മാത്രം ജില്ല വേണം എന്നല്ല ഞാൻ പറഞ്ഞത്. അതുപോലെ മലപ്പുറം ജില്ല വിഭജിക്കണമെന്നുമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതൊരു ഡീലിമിറ്റേഷൻ കമ്മീഷനെ അപ്പോയിൻ്റ് ചെയ്തിട്ട് എത്ര പുതിയ ജില്ലകൾ ഏതെല്ലാം പ്രദേശത്ത് ഉണ്ടാക്കാൻ സാധിക്കും, എത്ര താലൂക്കുകൾ ആവശ്യമാണ്, വില്ലേജുകൾ ആവശ്യമാണ്, ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുവാനും നിർണ്ണയിക്കുവാനും ഗവൺമെൻറ്റിന് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുവാനും ഡീലിമിറ്റേഷൻ കമ്മീഷനെ വെക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ജില്ല രൂപീകരിക്കുന്നത് വെറും ജനസംഖ്യാനുപാതികമായിട്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളും വികസനപരമായ കാര്യങ്ങളും മറ്റ് യോജിപ്പും വിയോജിപ്പും ഒക്കെ പരിഗണിക്കപ്പെടേണ്ടതാണ് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാനിത് പറയാനുള്ളൊരു കാരണം, ഇപ്പോൾ കേരളത്തിൽ ഈ മലബാറിൻ്റെ മൊത്തം കാര്യമാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിൽ ഇപ്പോൾ 6 ലക്ഷത്തിലേറെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതിൽ 1.5 ലക്ഷം പേര് മാത്രമാണ് മലബാറിൽ ഉള്ള ആളുകളായിട്ടുള്ളത്. അതുപോലെ ഈ വലിയ ഭാരമാണ് നമ്മുടെ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന്മാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള ജോലിഭാരം അവർക്കുണ്ട്. ആ സെക്രട്ടേറിയറ്റിൻ്റെ ഒരു അനക്സ് കോഴിക്കോട് സ്ഥാപിക്കണം എന്നുള്ളൊരാവശ്യം ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ ഉന്നയിച്ചിട്ടുണ്ട്. അത് നിയമസഭയിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ആർജവം കാണിക്കാതിരുന്നിട്ടില്ല. പിന്നെ ഇതൊക്കെ സംബന്ധിച്ച് ഒരു ചർച്ചയും വേണ്ട, നാളെ വിഭജിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അബ്ദുള്ള കുട്ടി പറഞ്ഞതുപോലെ ആവശ്യാനുസരണം ഇത് ഡിസ്കസ് ചെയ്യുന്നതിന് യാതൊരു തരക്കേടുമില്ല. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇതിൽ നിന്ന് ഒളിച്ചുകളി നടത്താതെ കൃത്യമായിട്ട് ഇതിലൊരു അഭിപ്രായം പറയാൻ തയ്യാറാവണം. അപ്പോഴേ ഈ അസന്തുലിതമായ വികാസത്തിന് അറുതി വരികയുള്ളൂ. ഇപ്പോൾ KSRTC ബസ്സുകളാണെങ്കിൽ 5000-ലേറെ ബസ് സർക്കാരിലുണ്ട്.
മലബാറിലെ 6 ജില്ലകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് 1447 ബസ്സുകൾ മാത്രമാണ്. അതുപോലെ ട്രാൻസ്പോർട്ട് ഡിപ്പോ, ഇലക്ട്രിസിറ്റി ഓഫീസുകൾ, ഇലക്ട്രിസിറ്റി കണക്ഷൻ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്, വിദ്യാർത്ഥികൾക്ക് +2-ന് അഡ്മിഷൻ കിട്ടാത്ത പ്രശ്നങ്ങൾ, കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാത്ത പ്രശ്നങ്ങൾ, എത്ര കിലോമീറ്റർ നാഷണൽ ഹൈവേ, എത്ര കിലോമീറ്റർ സ്റ്റേറ്റ് ഹൈവേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ വാട്ടർ അതോറിറ്റി നൽകുന്ന ടാപ്പുകൾ, എത്ര അധികം ടാപ്പുകൾ മലബാറിലുണ്ട്, എത്ര ടാപ്പുകൾ അവിടെയുണ്ട്. ഇങ്ങനെ നോക്കിയാൽ ഈ ജനസംഖ്യ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. വോട്ടിൻ്റെ എണ്ണം നോക്കിയിട്ടാണ് മന്ത്രിസഭ വരുന്നതും MLA-മാരുണ്ടാകുന്നതും. ജനാധിപത്യത്തിൽ അങ്ങനെയാണ്. അത് ജനങ്ങളെ നോക്കിയിട്ടാണ്, അവരുടെ എണ്ണം നോക്കിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു റൈറ്റ് ഉണ്ട്, അത് കോൺസ്റ്റിറ്റ്യൂഷണലാണ്. തുല്യതക്കുള്ള അവകാശമുണ്ട്, ഓപ്പർച്യൂണിറ്റിക്കുള്ള അവകാശമുണ്ട്. കുട്ടി, ഇവിടെ KN ഖാദർ ഇപ്പോൾ സൂചിപ്പിച്ച മാനദണ്ഡങ്ങൾ പ്രകാരവും ഇനി ഭൂവിസ്തൃതിയുടെ കാര്യത്തിലാണെങ്കിലും ജനസംഖ്യയുടെ കാര്യത്തിലാണെങ്കിലും ഭൂവിസ്തൃതിയിൽ മലപ്പുറം ജില്ല 3-ാം സ്ഥാനത്താണ്, ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്തും. അപ്പോൾ ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ ഏത് പാലിച്ചാലും ഒരു ഡീലിമിറ്റേഷനെ കുറിച്ച് ചിന്തിക്കാൻ ഒരു തടസ്സവും ഇപ്പോൾ മുമ്പിൽ നിൽക്കുന്നില്ല. പക്ഷേ അത്തരം ഒരു പുനർവിചിന്തനത്തിന്, ഒരു ഡീലിമിറ്റേഷൻ കമ്മിറ്റിക്ക് രൂപം നൽകാൻ പോലും UDF തയ്യാറാവുന്നില്ല. ഇപ്പോഴും മറ്റു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനെ തടയിടാനാണ് കോൺഗ്രസ് ഉൾപ്പെടെ, താങ്കൾ ഉൾപ്പെടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇതില് ചില പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഡീലിമിറ്റേഷൻ, നമ്മുടെ പാർലമെന്റ് നിയമസഭാ മണ്ഡലങ്ങൾ ഓരോ 20 വർഷവും കൂടുമ്പോൾ അത് പുനർനിർണയിക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കമ്മീഷൻ നേരിടുന്ന പ്രതിസന്ധി ഈ ചർച്ചക്കിടയിൽ നമ്മളൊന്ന് ഓർക്കേണ്ടതാണ്. കാരണം ജനസംഖ്യ അനുസരിച്ച് മണ്ഡലങ്ങൾ നിർണയിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ രാജ്യത്ത് ജനസംഖ്യാ നിയന്ത്രണം നന്നായി നടത്തിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ പാർലമെന്റ് നിയമസഭാ സീറ്റുകൾ കുറയും. എന്നാൽ UP പോലുള്ള സ്ഥലങ്ങളിൽ യാതൊരു നിയന്ത്രണവും വരാത്ത സ്ഥലത്ത് നിയമസഭാ പാർലമെന്റ് എണ്ണം കൂടും. ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് മണ്ഡലങ്ങളുടെ എണ്ണത്തിൽ മാറ്റം വരുത്തേണ്ടതില്ല, മറിച്ച് ഭൂപ്രദേശങ്ങളിൽ ചില ക്രമീകരണം, ഭരണഘടനാപരമായ ചില ബാധ്യത നിർവഹിക്കുന്നതിന് വേണ്ടി ചില ക്രമീകരണങ്ങൾ വരുത്തിയാൽ മതി എന്നുള്ള ഒരു പ്രതിസന്ധിയിലാണ് ഇന്ത്യ നിലനിൽക്കുന്നത്. ഇന്ത്യയുടെ അസന്തുലിതമായിട്ടുള്ള വികസനം, ജനസംഖ്യയിൽ ചില സ്ഥലത്ത് കൂടുതൽ കുറവ്, ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്ത നമ്മുടെ പാർലമെന്റ് നിയമസഭ വിഭജനത്തിന്റെ മുമ്പിൽ ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പറയാൻ എളുപ്പമാണ്, പക്ഷെ പ്രായോഗികമായ ബുദ്ധിമുട്ട് നമ്മുടെ ഭരണാധികാരികൾ പലപ്പോഴും നേരിട്ടിട്ടുള്ള ഒരു അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കുട്ടി, കേരളത്തിൽ രൂപീകരിച്ച ഏറ്റവും അവസാനത്തെ ജില്ലകൾ പത്തനംതിട്ടയാവട്ടെ, വയനാടാവട്ടെ, ഈ ജില്ലകളുടെ കാര്യത്തിൽ ഈ ജനസംഖ്യയിൽ ഉണ്ടാകുന്ന കുറവ് ഏതെങ്കിലും തരത്തിൽ തടസ്സമായിരുന്നോ? ഈ ജില്ലാ രൂപീകരണത്തിന് ശേഷവും ഈ 2 ജില്ലകളിലും ജനസംഖ്യാ വളർച്ച കീഴ്പോട്ടാണ്. ഇതൊന്നും ആ ജില്ലാ രൂപീകരണത്തെയോ അവിടുത്തെ ഭരണ സംവിധാനത്തെയോ ബാധിച്ചിട്ടില്ല എന്നിരിക്കെ ലോക്സഭാ മണ്ഡലങ്ങളുടെ അത് വളരെ 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 സ്ഥിരമല്ലാത്ത അസ്ഥിരമായ അതിർത്തികളോടുകൂടിയ ഒന്നാണ് ലോക്സഭാ നിയമസഭാ മണ്ഡലങ്ങൾ. അതുപോലെയല്ല ഒരു ജില്ല. അവയുടെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് അതിനെ എതിർക്കുന്നത് എത്രമാത്രം യുക്തിസഹമാണ്? അല്ല, ഞാൻ പറഞ്ഞൊരു പ്രായോഗിക പ്രശ്നമാണ്. അതുപോലെ തീർച്ചയായും KN ഖാദരോട് പറഞ്ഞിട്ടുള്ള പ്രശ്നം മലബാറിന്റെ പിന്നോക്കാവസ്ഥ, അതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. ആ വികാരമുണ്ട്. ആ വികാരത്തിനൊപ്പം തന്നെയാണ് UDF-ലും AP അബ്ദുള്ളക്കുട്ടി തിരികെ തങ്ങളെ. ശ്രീ T മുഹമ്മദ് വേളം, ഇവിടെ AP അബ്ദുള്ളക്കുട്ടി ഉന്നയിച്ച കാരണങ്ങൾ ഒരു പുതിയ ജില്ലയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യുക്തിസഹമാവുമോ? ഈ പ്രശ്നത്തെ ഇത് മലപ്പുറം ജില്ലയുടെ വിഭജനവുമായി മാത്രം ബന്ധപ്പെട്ട പ്രശ്നമല്ല. കേരളത്തിൻ്റെ വികസനത്തിൽ നിലനിൽക്കുന്ന മലബാറും തിരുക്കൊച്ചിയും തമ്മിലുള്ള വമ്പിച്ച അസന്തുലിതാവസ്ഥയുടെ ഒരു വിഷയമാണ്. അതിലെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് റവന്യൂ ഡിവിഷനുകളുടെ കാര്യത്തിൽ നിലനിൽക്കുന്ന അസന്തുലിതാവസ്ഥ എന്ന് പറയുന്നത്. റവന്യൂ ഡിവിഷനുകളുടെ വിഭജനത്തിൻ്റെ മാത്രം പ്രശ്നമല്ല ഉള്ളത്. കേരളത്തിൽ ജോയിൻറ്റ് വില്ലേജുകൾ എന്ന് പറയുന്ന ഒരു സംവിധാനം നിലനിൽക്കുന്നുണ്ട്. 29 ജോയിൻറ്റ് വില്ലേജുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ 29 ജോയിൻറ്റ് വില്ലേജുകളും കേരളത്തിലെ പിന്നോക്ക പ്രദേശമായ മലബാർ, ആ മലബാറിലെ പിന്നോക്ക പ്രദേശമായ കാസർഗോഡാണ് നിലനിൽക്കുന്നത്. കാഞ്ഞങ്ങാട്, കാസർഗോഡ് താലൂക്കുകളിലായിട്ട് 25 കാസർഗോഡും 4 കാഞ്ഞങ്ങാട് താലൂക്കിലുമായിട്ട് ജോയിൻറ്റ് വില്ലേജ് സംവിധാനം നിലനിൽക്കുകയാണ്. ഇത് രാഷ്ട്രീയമായി ഏറ്റെടുക്കാനോ പരിഹരിക്കാനോ ഈ 2 മുന്നണികളും അവിടങ്ങളിൽ വേരുള്ള കോൺഗ്രസ്, മുസ്ലിം ലീഗ്, CPM പോലുള്ള രാഷ്ട്രീയ പാർട്ടികളോ സന്നദ്ധമല്ല എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ മലബാറിൻ്റെ പിന്നോക്കാവസ്ഥയെ അതിനെ ഒരു രാഷ്ട്രീയ വിഷയമായി അംഗീകരിക്കാനും അത് അംഗീകരിക്കാതിരിക്കാനും സുഹൃത്ത് ശ്രീരാമകൃഷ്ണൻ മാഷ് പറയുന്നത് പോലെയല്ല, അതിനെക്കുറിച്ച് ഉന്നയിക്കപ്പെടുന്ന ഏത് ആവശ്യത്തെയും അതിവാദവും തീവ്രവാദവും ഭീകരവാദവുമായി താറടിക്കുവാനാണ് CPIM നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
ജില്ലാ വിഭജനം വേണമോ വേണ്ടയോ എന്നുള്ളതല്ല. ഒരു ജില്ല വിഭജിക്കണമെന്ന് ഒരു കൂട്ടർ ആവശ്യപ്പെടുന്നു. ഒരു തദ്ദേശീയ സമൂഹം ഇവിടെ പലതരത്തിൽ താലൂക്ക് വിഭജിക്കണം, വില്ലേജ് വിഭജിക്കണം, പുതിയ താലൂക്കുകൾ ഉണ്ടാവണം, ഇങ്ങനെ പലതരത്തിലുള്ള ആവശ്യങ്ങളുണ്ട്. പക്ഷേ ഈ ആവശ്യങ്ങൾ ചിലതിനെ മാത്രം വർഗീയവും തീവ്രവാദവുമായി ആരോപിക്കുവാനും, ഇപ്പോൾ മലബാറിൻ്റെ പിന്നോക്കാവസ്ഥയെക്കുറിച്ചുള്ള പ്രക്ഷോഭങ്ങൾ, ഇപ്പോൾ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് തൊട്ടു മുമ്പ് ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരുന്നു. മലബാറും കേരളമാണ് എന്നായിരുന്നു ആ ക്യാമ്പയിൻ്റെ തലവാചകം. പക്ഷേ അത്തരം ക്യാമ്പയിനുകളെ കേരളത്തിൽ മറ്റൊരു സംസ്ഥാനം രൂപീകരിക്കാനുള്ള ശ്രമമായും വിഘടനവാദവുമായുമൊക്കെ ചിത്രീകരിക്കുവാൻ, അഥവാ സംഘപരിവാർ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചരണമാണ്. സോളിഡാരിറ്റിയുടെയും മാതൃസംഘടനയുടെയും ഒക്കെ നേതൃത്വത്തിൽ പുതിയ ഒരു സംസ്ഥാനം രൂപീകരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. യഥാർത്ഥത്തിൽ ജനാധിപത്യ വ്യവസ്ഥക്കകത്ത് ഒരു സംസ്ഥാനം പുതുതായി രൂപീകരിക്കാൻ ആവശ്യപ്പെടുന്നത് ഒരു തെറ്റായ കാര്യമേ അല്ല. ടി മുഹമ്മദ് വേളം തിരികെ താങ്കളിലേക്ക്. ശ്രീ പി ശ്രീരാമകൃഷ്ണൻ, EMSന്റെ ഒരു വിഖ്യാതമായ പുസ്തകമാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നത്. ആ EMSന്റെ കാർമ്മികത്വത്തിലാണ് മലബാറിൽ ഒരു ജില്ല വരുന്നത്, മലബാറിൽ ഒരു സർവകലാശാല വരുന്നത്. പക്ഷേ EMSന്റെ പിന്മുറക്കാർ ഇന്ന് ഇത്തരത്തിൽ ആവശ്യം ഉന്നയിക്കുന്നവരെ വിഘടനവാദികൾ എന്ന് വിളിക്കുന്നു. പിണറായി വിജയന്റെയും കോടിയേരി ബാലകൃഷ്ണന്റെയും അടുത്തിടെയുണ്ടായ പ്രസ്താവന അതാണ് ചൂണ്ടിക്കാട്ടുന്നത്. എന്തുകൊണ്ടാണ് ഈ ആവശ്യങ്ങളോട് CPM നേതൃത്വം തിരിഞ്ഞു നിൽക്കുന്നത്? അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ ഇത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു ശങ്കയും കൂടാതെ മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് CPM എന്ന് എല്ലാവർക്കും അറിയാം. എന്റെ സുഹൃത്ത് ശ്രീ മുഹമ്മദ് കുട്ടി വേളകം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും, അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, CPIM ഇക്കാര്യങ്ങളിലൊന്നും വ്യത്യസ്തമായ ഒരു നിലപാടുള്ളതായിട്ട് ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ഇവിടെ മലപ്പുറം ജില്ല രൂപീകരിക്കുമ്പോഴുണ്ടായ വർഗീയ പ്രചരണത്തെ തടയിടാൻ ഏറ്റവും ശക്തമായ പ്രതിരോധ ദുർഗമായി നിന്ന രാഷ്ട്രീയ പ്രസ്ഥാനം CPM ആയിരുന്നു. ഇവിടെ ഉയർന്നു വരുന്നൊരു പ്രശ്നം, മലബാറിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ 2 or 3 ജില്ലകൾ രൂപീകരിക്കണമെന്ന് പറയുന്നതിന് പകരം മലപ്പുറം ജില്ലയെ വിഭജിച്ച് രണ്ടാക്കണമെന്ന് പറഞ്ഞ് പ്രകോപനപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന നിലയിൽ ഹർത്താൽ ഉണ്ടാക്കി. ഇത് ഒരു ഹർത്താൽ കൊണ്ടൊരു സുപ്രഭാതത്തിൽ ചെയ്യേണ്ട കാര്യമല്ല. ഇവിടെ നേരത്തെ ശ്രീ KN ഖാദർ പറഞ്ഞതുപോലെ ഡീലിമിറ്റേഷൻ കമ്മിറ്റികൾ വേണം, ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളെ കുറിച്ച് പഠിക്കണം, ഭൂവിസ്തൃതിയെക്കുറിച്ചും വികസന സാധ്യതകളെക്കുറിച്ചും പഠിക്കണം. കാരണം മലബാറിന്റെ പിന്നോക്കാവസ്ഥ ഐക്യകേരള രൂപീകരണത്തിന് ശേഷം മാത്രം സംഭവിച്ചതല്ല, അതിന് മുൻപുള്ള സംഗതികളുണ്ട്. ഇനി മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അവരെ കൂടി പ്രതിദാനം ചെയ്തുകൊണ്ട് പറയുന്ന ശ്രീ KN ഖാദറിന്റെ പാർട്ടിയാണ് ദീർഘകാലം ഈ ഐക്യകേരള രൂപീകരണത്തിന് ശേഷം ഏറ്റവും കൂടുതൽ മന്ത്രി പദവികൾ വഹിച്ചിട്ടുള്ള, മലബാറിനെ പ്രതിദാനം ചെയ്യുന്ന, മലബാറിൽ നിന്ന് ഏറ്റവും കൂടുതൽ മന്ത്രിമാർ ഈ ഐക്യകേരള രൂപീകരണത്തിന് ശേഷം അധികാരത്തിലിരുന്ന പാർട്ടി മുസ്ലിം ലീഗാണ്. അപ്പൊ തീർച്ചയായിട്ടും മുസ്ലിം ലീഗിനും ആ ഉത്തരവാദിത്തം ഉണ്ടാകും. ആ ഉത്തരവാദിത്തം മറച്ചു വെക്കുന്ന നിലയിൽ ഇപ്പോ ചില ചർച്ചകൾ നടത്തിക്കൊണ്ട് കാര്യമില്ല. അത് പരിഹരിക്കാൻ ആവശ്യമായ നിരന്തരമായ ഇടപെടലിന്റെ ഭാഗമായിട്ട് ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇവിടെ ഒരു ജില്ല വേണമെന്നോ 2 ജില്ല വേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല ചർച്ച. പക്ഷേ അതിന് കൃത്യമായ പഠനവും ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വ്യക്തമായ മാനദണ്ഡങ്ങളെയും അടിസ്ഥാനത്തിൽ ഭരണ സൗകര്യത്തിനും ജനകീയമായ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനുമുള്ള ജില്ലാ രൂപീകരണത്തെ സംബന്ധിച്ച് ചർച്ചയാകാം. അത്തരം ചർച്ചകളൊക്കെ വരുന്നതിന് മുൻപ് ഏകപക്ഷീയമായി കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഗുണകരമായ അന്തരീക്ഷമല്ല സൃഷ്ടിക്കുക എന്ന വിമർശനമാണ് പറഞ്ഞത്. വിമർശനങ്ങൾ കാണുമ്പോൾ ആ വിമർശനങ്ങളെ സഹിഷ്ണുതയോടുകൂടി കാണാനുള്ളൊരു മാനസികാവസ്ഥ കൂടി നമുക്ക് വേണം. എന്തെങ്കിലും ഒരു വിമർശനം വരുമ്പോഴേക്ക് അത് വലിയ പോറലേൽക്കുന്ന നിലയിൽ പ്രതികരിക്കുന്നത് ശരിയല്ല. പി ശ്രീരാമകൃഷ്ണൻ തിരികെ തന്നെ. KN ഖാദർ, മുൻപ് AP അബ്ദുള്ള കുട്ടി ചൂണ്ടിക്കാട്ടിയതുപോലെ രാഷ്ട്രീയമായ ചില കാരണങ്ങളാണ് ഇത്തരം വിഭജനങ്ങളെ എതിർക്കാൻ കോൺഗ്രസിനെ പ്രേരിപ്പിക്കുന്നത്. പുതിയ ജില്ലകൾ രൂപീകരിക്കുമ്പോൾ രാഷ്ട്രീയമായി മുസ്ലിം ലീഗിന് അത് നേട്ടമുണ്ടാക്കും എന്ന് കോൺഗ്രസ് ഭയപ്പെടുന്നുണ്ടോ? അല്ല, ഈ കോൺഗ്രസ് ഒരു പാർട്ടി എന്ന നിലയിൽ ഈ വിഷയം ചർച്ച ചെയ്യുകയോ ഇതിനെതിരെ നിലപാട് സ്വീകരിക്കുകയോ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അബ്ദുള്ള കുട്ടിയുടെ വ്യക്തിപരമായിട്ടുള്ള നിരീക്ഷണമാണ്. അബ്ദുള്ള കുട്ടിയും ഇതിനെ എതിർത്തിട്ടില്ല, അപ്പം രാമകൃഷ്ണനും എതിർത്തിട്ടില്ല. രാമകൃഷ്ണനും പറയുന്നത് എന്താ, ഇതെല്ലാം വലിയ പഠന വിധേയമാക്കണം, അങ്ങനെ ഇപ്പോൾ തൽക്കാലം പറയാൻ പറ്റുള്ളൂ. കാരണം രാമകൃഷ്ണൻ്റെ പാർട്ടി ഇവിടെയൊക്കെ സാധാരണ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഈ മലപ്പുറം ജില്ല തന്നെ ഉണ്ടാക്കിയത് ഞങ്ങളാണ് എന്നാണ്. ഇപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ വേണ്ടി ശ്രമിക്കുക. അത് ക്രെഡിറ്റ് ആരെടുത്താലും കുഴപ്പമില്ല. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇത് മുഹമ്മദ് വേളം പറഞ്ഞതുപോലുള്ള ചില സംഗതികൾ ഇതിലുണ്ട്. ഈ മലബാറിൻ്റെ പിന്നോക്കാവസ്ഥയ്ക്ക് വേണ്ടി ആരെങ്കിലും അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ അവരെ തീവ്രവാദികളോ ഭീകരവാദികളോ ഒക്കെ ചിത്രീകരിക്കുന്നതിൽ കാര്യമില്ല. ഇത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളാണ് ഈ വിഷയം ഏറ്റെടുക്കേണ്ടത്. അവരെ ഏറ്റെടുക്കാതിരിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് ഇതിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുന്നത്. ഇപ്പോൾ കേരളത്തിന് ആവശ്യമായ തോതിലുള്ള ഫണ്ടും വ്യവസായങ്ങളും ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കേരള സർക്കാരും ഇടതുപക്ഷ മുന്നണിയും UDFും ഒക്കെ പലപ്പോഴും
കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് റിവോൾട്ട് ചെയ്യാറുണ്ട്. കേന്ദ്രം സഹായിക്കണം എന്ന് പറയാറുണ്ട്. അതിൻ്റെ അർത്ഥം കേരളം ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകാനുള്ള ഉദ്ദേശം കൊണ്ടല്ല. അതേമാതിരി മലബാറിന് കിട്ടാത്തത് കിട്ടണം എന്ന് കേരള ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നതും നീതീകരിക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ മന്ത്രിസഭയുടെ കാര്യം പറഞ്ഞാൽ ആദ്യത്തെ മുഖ്യമന്ത്രി മലബാറുകാരനായിട്ടുള്ള EMS ആണ്. നയനാർ 2 തവണ മുഖ്യമന്ത്രിയായത് കണ്ണൂർക്കാരനാണ്. അതുപോലെ CH 51 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം ആക്ച്വലി he also belongs to കണ്ണൂർക്കാരനാണ്, തൃശ്ശൂർ പോയി താമസിച്ചതാണ്. അച്യുത മേനോൻ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം ഒരു മധ്യ കേരളത്തിലോ തൃശ്ശൂരിലുള്ള ആളാണ്. അപ്പോൾ അവരൊക്കെ മുഖ്യമന്ത്രിയാവുമ്പോഴും അവർ വളരെ സാത്വികന്മാരും വളരെ നല്ലവരുമായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഒരു പ്രത്യേക പ്രദേശത്തിന്റെ വികാസത്തെക്കുറിച്ച് ആലോചിക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ PDPയുടെ മുൻ ചെയർമാൻ CK അബ്ദുൽ അസീസ് ടെലിഫോൺ ലൈനിലുണ്ട്. CK അബ്ദുൽ അസീസ്, താങ്കൾ ഈ ചർച്ച കേട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഈ വിഷയത്തിൽ രാഷ്ട്രീയമായ ചില കാരണങ്ങൾ മലബാറിലെ ജില്ലാ വിഭജന ചർച്ചകളെപ്പോലും തടസ്സപ്പെടുത്തുന്നു. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ മുൻകൈയിൽ ഇത്തരം ചർച്ചകൾ മുന്നോട്ട് പോകണമെന്നാണ് KNA ഖാദർ പറയുന്നത്. അല്ലാത്തതുകൊണ്ടാണ് മറ്റ് സംഘടനകൾ ആ വിഷയം ഏറ്റെടുക്കേണ്ടി വരുന്നത്. അത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് പോറലേൽപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു ഇച്ഛാശക്തിയില്ലായ്മയല്ലേ പ്രകടമാവുന്നത്? ഇച്ഛാശക്തിയില്ലായ്മയുണ്ട്. ഇച്ഛാശക്തിയില്ലായ്മയിൽ മലബാറിൽ നിന്നുള്ള പാർട്ടികളും ഒരു പ്രധാന കാരണമാണ്. ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ. ഇപ്പം ജില്ല വിഭജിച്ചുകൊണ്ടോ ഈ എന്താ പറയാ ഡീസെൻട്രലൈസേഷൻ നടത്തിയത് കൊണ്ട് ഇപ്പൊ വലിയ കാര്യമൊന്നുമില്ല. കഴിഞ്ഞ രണ്ട് ദശാബ്ദ കാലത്തെ നമ്മുടെ അധികാര വികേന്ദ്രീകരണത്തിന്റെ കാര്യത്തിൽ നമ്മൾ താഴെ നിന്നുള്ള ഡെവലപ്മെന്റ് പ്രോപ്പൻസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ നമ്മളെ പ്രതിനിധികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു ആരോപണം വളരെ കൃത്യമായി നമ്മുടെ എക്സ്പേർട്സുകൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഈ വികസനത്തിന്റെ ഒരു പ്രശ്നത്തിൽ ഇപ്പൊ മുസ്ലിം ലീഗ് ഈ ഡെവലപ്മെന്റ് പൊളിറ്റിക്സിൽ ഇടപെടുന്നു എന്നുള്ളതൊരു നല്ല കാര്യമാണ്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പദ്ധതി വീതം വെക്കുന്നതിൽ ആളോഹരി അല്ലെങ്കിൽ ആളെണ്ണിയുള്ള അതിന്റെ വീതം വെപ്പ് നോക്കിയാൽ, ബാലൻസ് കോഷ്യന്റ് എന്ന് പറയാം, അത് നോക്കിയാൽ എല്ലാ കാലത്തും കേരളം ഉണ്ടായത് മുതൽ ഇന്ന് വരെ മലബാറിലെ ജില്ലകളോട് കടുത്ത വിവേചനം കാണിച്ചിട്ടുണ്ട്, ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കേന്ദ്ര ഫണ്ടും സംസ്ഥാന ഫണ്ടും. അപ്പൊ ഈ പ്രശ്നം പോളിസിയുടെ പ്രശ്നമാണ്. ഈ പ്രശ്നം പരിഹരിക്കാതെ അല്ലെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ പബ്ലിക് ഡിമാൻഡ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഉയർന്നു വരാതെ ഇവിടെ ജില്ല വിഭജിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പിന്നെ അഡ്മിനിസ്ട്രേഷൻ പൊതുഭരണത്തിന്റെ വളരെയധികം നന്ദി ശ്രീ CK അബ്ദുൽ അസീസ്. ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് വളരെയധികം നന്ദി. KNA ഖാദർ, ഇവിടെ താങ്കൾ മുൻപ് സൂചിപ്പിച്ചു ജനങ്ങൾക്കിടയിൽ ഇത്തരം ഒരു പ്രചാരണം നടത്തി ഒരു ഡിമാൻഡ് ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ലക്ഷ്യം വയ്ക്കുന്നത് എന്ന്. യഥാർത്ഥത്തിൽ ഈ ഒരു ഡിമാൻഡ് മറ്റ് പല വിഭാഗങ്ങൾ, മലബാർ റൈറ്റ്സ് ഫോറം പോലെ മറ്റ് ചെറുകിട സംഘടനകൾ പോലെ അവരെല്ലാം അത് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ അത്തരത്തിലൊരു ഡിമാൻഡ് ഉയർത്തിക്കൊണ്ടുവരികയാണോ വേണ്ടത്, അതോ താങ്കൾ ഉൾക്കൊള്ളുന്ന ഭരണമുന്നണിയിൽ ഈ ആവശ്യം ഉന്നയിച്ച് കുറഞ്ഞ പക്ഷം ഇതൊരു ചർച്ചയാക്കുകയോ ഒരു ഡീലിമിറ്റേഷൻ കമ്മിറ്റിയെ നിയോഗിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണോ വേണ്ടത്? അല്ല, ഇത് രണ്ടും ആവശ്യമാണ്. ഒന്നാമത്, ഇതിനിടയ്ക്ക് ഈ വക വിഷയങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുള്ള പല കക്ഷികളും ജനങ്ങളുടെ ഇടയിൽ യാതൊരു സ്വാധീനവും ഇല്ലാത്ത കക്ഷികളാണ്. ഒരു പഞ്ചായത്തിലൊരു മെമ്പർ പോലും ഇല്ലാത്ത കക്ഷികളാണ്. അപ്പോൾ മെയിനായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ, ഇതിലിപ്പോൾ ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ സംസാരിച്ചപ്പോൾ ഇപ്പോൾ ശ്രീരാമകൃഷ്ണനൊക്കെ അതിനിടയിൽ മുസ്ലിം ലീഗിനെതിരായിട്ട് വിരൽ ചൂണ്ടി. ഞാൻ പക്ഷേ ആ വിഷയം ഏറ്റെടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ എനിക്കതിന് മറുപടി പറയാൻ കഴിയാത്തതുകൊണ്ടല്ല. ഇവിടെ മുസ്ലിം ലീഗും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാം ഒരുപോലെ ഈ പോലുള്ള വിഷയങ്ങൾ ഏറ്റെടുക്കുകയും ഇതൊരു ജനതയുടെ മുഴുവൻ പ്രശ്നമാണ്, വികസനം സന്തുലിതമായ ആവശ്യമാണ് എന്നൊരു മനോഭാവം സ്വീകരിക്കുകയാണ് വേണ്ടത്. അത് വ്യവസായങ്ങളുടെ കാര്യത്തിലും ചികിത്സയുടെ കാര്യത്തിലും ആശുപത്രിയുടെ കാര്യത്തിലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും ഒക്കെ ഉണ്ടാവണം. ഈ എല്ലാ പ്രശ്നവും ഒരു ജില്ല ഉണ്ടായാൽ തീരുമെന്ന് ഞാനും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ജില്ല വന്നതോടുകൂടി എല്ലാ പ്രശ്നം, അത് ജില്ല എന്ന് പറയുന്നത് ആ തരം പ്രശ്ന പരിഹാരത്തിലേക്കുള്ള ഒരു വഴി മാത്രമാണ്. പിന്നെയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അത് ഒരു പോളിസിയുടെ വിഷയം തന്നെയാണ്. ജനസംഖ്യാനുപാതികമായി ബഡ്ജറ്റ് അലോക്കേഷൻ വേണമെന്നുള്ളൊരു ആവശ്യവും ഞാൻ ഉന്നയിച്ചിട്ടുണ്ട്. മറ്റൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എല്ലാ സംഗതിയും മലബാറിൽ വേണം നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ഇരുമ്പയിരുള്ള സ്ഥലത്തെ ഇരുമ്പയിര് കുഴിച്ചെടുക്കാൻ പറ്റുള്ളൂ, സ്വർണ്ണമുള്ള സ്ഥലത്തെ സ്വർണം കുഴിച്ചെടുക്കാൻ പറ്റുള്ളൂ. അത് എല്ലാ ജില്ലകളിലും കുഴിച്ചെടുക്കണമെന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ വ്യത്യാസപ്പെട്ട പ്രാദേശികമായി അതുള്ള സ്ഥലത്താവും നടത്തിയാൽ മതിയാവും. പക്ഷേ മറ്റു പൊതുവായ കാര്യങ്ങൾ എല്ലാ ജില്ലകളിലും
ഉണ്ടാകേണ്ടത് ആവശ്യമാണ്, എല്ലാ മനുഷ്യർക്കും കിട്ടേണ്ടത് ആവശ്യമാണ്. കെ.എൻ.എ. ഖാദർ തിരികെ എത്താൻ താങ്കളിലേക്ക്. A.P. അബ്ദുള്ള ഉണ്ട്. അബ്ദുള്ള കുട്ടി, ഇവിടെ കെ.എൻ.എ. ഖാദറും പി ശ്രീരാമകൃഷ്ണനും താങ്കളും യോജിക്കുന്ന ഒരു പോയിന്റ്, മലബാറിൽ പിന്നോക്കാവസ്ഥയുണ്ട്. ആ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിൽ താലൂക്ക്, വില്ലേജ്, ജില്ലാ വിഭജനങ്ങളാണോ വേണ്ടത്, അതാണോ അതിൻ്റെ പ്രയോറിറ്റി എന്ന കാര്യത്തിൽ, അതിൻ്റെ ചില പോളിസികളുടെ കാര്യത്തിലാണ് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം. വികസനത്തെ സംബന്ധിച്ച് A.P. അബ്ദുള്ള കുട്ടിക്ക് ഒരു നിലപാടുണ്ട്. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ വികസനത്തിലേക്ക് മുന്നേറാനെങ്കിലും മലബാറിൽ ഭരണപരമായ സൗകര്യങ്ങളുടെ പേരിലെങ്കിലും ഇത്തരത്തിൽ വില്ലേജ്, താലൂക്ക് അടിസ്ഥാനത്തിലുള്ള വിഭജനം വേണ്ടതല്ലേ? ആ അർത്ഥത്തിൽ ഒരു ചർച്ച UDF-ൽ ഉയർന്നു വരേണ്ടതല്ലേ? അല്ല, അതിന്റെ ചർച്ച തുടങ്ങി. കഴിഞ്ഞ UDF കഴിഞ്ഞ ബഡ്ജറ്റില് 10-12 താലൂക്കുകളും അതുപോലെ തന്നെ നിരവധി വിസ്തൃതികളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ ഉദ്ഘാടനം ചെയ്ത് തുടങ്ങി. ചിലത് കണ്ണൂരിൽ നമുക്കൊരു താലൂക്ക് കിട്ടി. നമുക്ക് കണ്ണൂരിൽ വീണ്ടും ഒരു പയ്യന്നൂർ അടിസ്ഥാനപ്പെടുത്തി താലൂക്ക് വേണമെന്നുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനോടൊക്കെ ഞങ്ങൾ യോജിക്കുന്നു. പക്ഷെ അതിന്റെ പേരിൽ ഇവിടെ വിഘടനവാദവും കുഴപ്പമൊന്നും പാടില്ല എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്ക് ശക്തമായിട്ടുണ്ട്. ഈ മീഡിയ വൺ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ചർച്ച, കെ.എൻ.എ. ഖാദർ തുടക്കമിട്ടുള്ള ചർച്ചയിൽ ഒരുപാട് നമ്മൾ പരിഗണന അറിയിക്കേണ്ട വിഷയമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. മലബാറിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ A.K. ആന്റണി കേന്ദ്ര മന്ത്രി എന്ന നിലയിൽ കാസർഗോഡ് ചില സ്ഥാപനങ്ങൾ കേന്ദ്ര പ്രതിരോധ വകുപ്പിന്റെ തുടങ്ങി. അതുപോലെ തന്നെ പിന്നെ ഇരനാവ് കേന്ദ്രമാക്കി കേന്ദ്ര ഫോഴ്സിന്റെ ഒരു സ്ഥാപനം വരാൻ പോകുന്നു. അങ്ങനെ കണ്ണൂർ വിമാനത്താവളത്തിന്റെ പണി തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ പക്ഷേ ശ്രീരാമകൃഷ്ണനും കെ.എൻ.എ. ഖാദറിനോടും എനിക്ക് ചെറിയൊരു അപേക്ഷയുണ്ട്. ഈ കൊച്ചി പെട്രോനെറ്റ് അണ്ടർഗ്രൗണ്ട് ഗ്യാസ് പൈപ്പ് ലൈൻ കർണാടകത്തിലേക്ക് കടന്നു പോകണം. പക്ഷെ മലപ്പുറവും ഈ കോഴിക്കോടൊക്കെ അതിന് എതിർപ്പുണ്ട്. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട അത് മറ്റൊരു വിഷയമാണ്. അത് നമുക്ക് മറ്റൊരു അവസരത്തിൽ ചർച്ച ചെയ്യാം. സമയക്കുറവ് കൊണ്ട് ഇടപെടുകയാണ്. ടി മുഹമ്മദ്, ഇവിടെ കെ.എൻ.എ. ഖാദർ ചൂണ്ടിക്കാട്ടിയ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ വിഷയം മലബാറിൽ ഉയർത്തിക്കൊണ്ടുവന്ന സംഘടനകൾക്ക് ജനങ്ങൾക്കിടയിൽ വേരോട്ടമില്ല. രണ്ട്, മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ ഈ വിഷയം ഏറ്റെടുത്തില്ലെങ്കിൽ അത് മറ്റ് സംഘടനകൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകും. ഇതിൽ നിന്ന് ഈ രണ്ട് വരികൾക്കിടയിൽ വായിക്കുമ്പോൾ ഇപ്പോൾ മുസ്ലിം ലീഗ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാനുള്ള ഒരു കാരണം ജനകീയമായ ഈ ആവശ്യത്തെ കണ്ടില്ല എന്ന് നടിക്കുന്നത് രാഷ്ട്രീയമായി തങ്ങൾക്ക് തിരിച്ചടിയാണ് എന്ന ബോധ്യത്തിൽ നിന്നല്ലേ? വളരെ ചുരുക്കി. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് മലബാർ നിവർത്തന പ്രക്ഷോഭവുമായി രംഗത്ത് വരുന്ന സന്ദർഭത്തിൽ മുസ്ലിം ലീഗ് പറഞ്ഞിരുന്നത്, മലബാറിൽ കെ.എൻ.എ. ഖാദർ അന്നും വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചിരുന്ന ആളാണ്. പക്ഷെ ഒരു പാർട്ടി എന്ന നിലക്ക് മുസ്ലിം ലീഗ് വ്യാപകമായി നടത്തിയ ക്യാമ്പയിൻ മലബാറിൽ ഇത്തരത്തിലുള്ളൊരു പിന്നോക്കാവസ്ഥ ഇല്ല എന്നതായിരുന്നു. കെ.എൻ.എ. ഖാദർ പറയുന്ന കാര്യങ്ങളോട് മുസ്ലിം ലീഗിൻ്റെ ഔപചാരികമായ നിലപാട് ഇപ്പോഴും എന്താണ് എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തമല്ല. പക്ഷെ ഒരു കാര്യം ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുണ്ട്. മലബാറിൻ്റെ പിന്നോക്കാവസ്ഥ ചരിത്രപരം മാത്രമല്ല, ഭരണപരം കൂടിയാണ്. അതിൻ്റെ നിരവധി സ്റ്റാറ്റിസ്റ്റിക്സുകൾ ഞങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. കേരളത്തിലെ മലബാറിലെയും തിരുക്കൊച്ചിയിലെയും പ്രൈമറി സ്കൂളുകളുടെ എണ്ണം പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. പ്രൈമറി സ്കൂളുകളുടെയും ഗവൺമെൻറ് കോളേജുകളുടെയും എണ്ണം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അതിൽ വലിയ ഡിസ്പാരിറ്റി നിലനിൽക്കുന്നില്ല. അതേസമയം ഹൈസ്കൂളുകളുടെയും ഹയർ സെക്കൻഡറികളുടെയും എണ്ണം പരിശോധിച്ചാൽ വമ്പിച്ച അസന്തുലിതാവസ്ഥ നിലനിൽക്കുന്നത് കാണാൻ കഴിയും. അത് സ്വാതന്ത്ര്യത്തിന് ശേഷം പിൽക്കാലത്ത് അനുവദിക്കപ്പെട്ടതാണ് എന്നതാണ് അതിന് കാരണം. അഥവാ ബ്രിട്ടീഷ് രാജിൽ നിന്ന് ജനാധിപത്യ വ്യവസ്ഥയിലേക്ക് പ്രവേശിച്ചതിന് ശേഷം അസന്തുലിതാവസ്ഥ കുറഞ്ഞു വരികയല്ല, കൂടിക്കൂടി വരികയാണ് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി ഇപ്പോൾ മലബാറിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന വികസനത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. മലപ്പുറം മോഡൽ വികസനം എന്നാണ് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് UDF, കെ.എൻ.എ. ഖാദറിൻ്റെ പാർട്ടി ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളിൽ നിന്ന് വ്യാപകമായി പണം സ്വീകരിച്ച് ജനങ്ങളിൽ നിന്ന് നികുതി വാങ്ങുന്ന ഗവൺമെൻറ് ആ നികുതി പണം മലബാറിൽ ചെലവഴിക്കാതെ അവരിൽ നിന്ന് ചാരിറ്റി സ്വഭാവത്തിൽ ഫണ്ട് സ്വീകരിച്ചിട്ട് ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? അവിടെ ഒരു OP നടത്താൻ പോലും ഇതുവരെ, മെഡിക്കൽ കോളേജ് എന്ന സ്വഭാവത്തിൽ ഒരു OP നടത്താൻ പോലും ഇതുവരെ സാധിച്ചിട്ടില്ല. മറിച്ച് ജില്ലാ ആശുപത്രിക്ക് മെഡിക്കൽ കോളേജ് എന്ന് ലേബൽ മാറ്റി ഒട്ടിക്കുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം വിശദാംശങ്ങളിലേക്ക് പോകാൻ സമയക്കുറവ് അനുവദിക്കുന്നില്ല. വളരെയധികം നന്ദി. ടി മുഹമ്മദ് വേളം, കെ.എൻ.എ. ഖാദർ, പി ശ്രീരാമകൃഷ്ണൻ, A.P. അബ്ദുള്ള കുട്ടി, CK അബ്ദുള്ള CC ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രതികരിച്ചതിന്.